ആദർശത്തിൽ നിന്ന് ആർക്കൊക്കെ മാറ്റം വന്നുവോ അവരാണ് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞങ്ങൾ അന്ന് പറഞ്ഞത് പിന്നീട് മാറ്റി പറയാനുള്ള കാരണം ഇതാണെന്ന് അവരാണ് സമൂഹത്തിനോട് പറയേണ്ടത്. മാത്രമല്ല, ഭൗതികമായ കഴിവുണ്ട് എന്ന് ഏതെങ്കിലും സൃഷ്ടികളിൽ വിശ്വസിച്ചാൽ തകരാറില്ല. ചോദിക്കുന്നതേ അല്ലെങ്കിൽ തേടിയാലേ ശിർക്കാവൂ എന്ന് പറയുന്ന ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് വരെ പല സഹോദരന്മാരും കൂപ്പുകുത്തി വീണു. ഇങ്ങനെ സഹോദരന്മാരെ, നിരപരാധികളായ ആളുകളെ, അവർക്കില്ലാത്ത വിശ്വാസം, അവർക്കില്ലാത്ത രൂപത്തിലുള്ള വാദങ്ങൾ കെട്ടിവെച്ചുകൊണ്ട് ഒരു സമൂഹത്തിന്റെ മേൽ ശിർക്ക് ആരോപിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന് കേരളക്കര സാക്ഷിയായപ്പോൾ മുജാഹിദുകൾക്ക് സമൂഹത്തോട് പറയേണ്ടി വന്നു, മുജാഹിദുകളെ ഭിന്നിക്കരുത്, നാം ഒന്നാണ്, നമ്മൾ അങ്ങനെ ഭിന്നിക്കേണ്ടവരല്ല. അഴിഞ്ഞിലം സമ്മേളനത്തിൽ വെച്ചിയുള്ളവൻ പറഞ്ഞു, മുജാഹിദുകളെ നമ്മളൊന്നാണ്, നമ്മൾ ഭിന്നിക്കേണ്ടവരല്ല. അവിടെ അത് ഏതെങ്കിലും നിലക്ക് കുഴപ്പമുദ്ദേശിച്ചു പറഞ്ഞതല്ല, എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചില്ലേ, KJUവിന്റെ പേരിലിറക്കിയ പുസ്തകത്തിൽ അതാ ദുരാരോപണം മാത്രമാണെന്ന് പറഞ്ഞ അതേ വാദം. അതുപോലെ തന്നെ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, വമ്പിച്ച കളവാണി പറയുന്നത് എന്ന് അപ്പുറത്തുള്ളവരോട് ആയത്തോതിക്കൊണ്ട് നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയാതെ കാര്യം ആരെങ്കിലും പറയുന്നുവെങ്കിൽ അതിന്റെ പിന്നാലെ നമ്മൾ കൂടിക്കൊടുത്തുകൊണ്ട് ഈ മഹത്തായ സംഘടനയെ രണ്ട് ചേരിയാക്കാതെ നാം ഒന്നിച്ചു നിൽക്കണേ. ആ വിഷയത്തിൽ നമ്മൾ തെറ്റുപറ്റിയിട്ടില്ല, അതിൽ ശിർക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ ആളുകൾ നടത്തട്ടെ എന്ന നിലക്കുള്ള സംസാരം, അത് കൃത്യമായി തന്നെ ആ പുസ്തകത്തിൽ പറഞ്ഞ നമ്മെക്കുറിച്ചുള്ള ദുരാരോപണമാണ് എന്ന ബുഹ്താനുൻ അദീമാണെന്ന വാദത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു പ്രസംഗമല്ലേ ഉള്ളവൻ അവിടെ നടത്തിയത്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് എന്തെല്ലാം പ്രചരിപ്പിക്കുന്നു. അതെ, അതുകൊണ്ട് സഹോദരന്മാരെ, എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്? ആർക്കാണ് ഇവിടെ മാറ്റം വന്നത്? പൂർവീകരായ നമ്മുടെ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്താണ് തൗഹീദ് ഇബാദത്ത് എന്ന് നിർവചിച്ചിട്ടില്ലേ? എപ്പോഴാണ് ഒരു വിളി ശിർക്കാവുക അല്ലാതാവുക എന്ന് നിർവചിച്ചിട്ടില്ലേ? ആ നിർവചനത്തിന്റെ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട്, ആ നിർവചനത്തിന്റെ പുറത്തു പോകുന്ന നിലക്ക് ആരെ വിളിച്ചു തേടിയാലും, അതെവിടെ വെച്ച് വിളിച്ചു തേടിയാലും ആ മാനദണ്ഡം ശിർക്കാകാൻ അവർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ ആരോടൊക്കെ നമ്മൾ സഹായം തേടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടോ, അത് മുഴുവനും ശിർക്കാണ്. അതിലൊരു സംശയവും ഇവിടെ ഒരാൾക്കും ഉണ്ടാവേണ്ടതില്ല. അത് പുഴക്കരയിലായാലും ശിർക്കാണ്, വീട്ടിലാണെങ്കിലും ശിർക്കാണ്, ഹാളിനോടാണെങ്കിലും ശിർക്കാണ്, ഗായിബിനോടാണെങ്കിലും ശിർക്കാണ്, ജിന്നിനോടാണെങ്കിലും ശിർക്കാണ്, മലക്കിനോടാണെങ്കിലും ശിർക്കാണ്. ഏതുപോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അതിൽ പറഞ്ഞ ഇസ്തിആനത്തില്ലേ, അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞ ആ ഇസ്തിആനത്ത്, ആ ഫാത്തിഹയുടെ ആയത്തിൽ പറഞ്ഞ ആ സഹായത്തേട്ടം, റബ്ബേ നിന്നോട് മാത്രമേ ഞങ്ങൾ നടത്തൂ എന്ന് പറഞ്ഞ ആ ഒരു സഹായത്തേട്ടം, അത് ജിന്നിനോടായാലും മലക്കിനോടായാലും മനുഷ്യനോടായാലും കല്ലിനോടായാലും മരത്തിനോടായാലും ഹാലിനോടായാലും ഖാദിറിനോടായാലും ഗായിബിനോടായാലും പുഴക്കരയിലായാലും കാട്ടിലായാലും വീട്ടിലായാലും എവിടെയായാലും ആ ശിർക്ക് തന്നെ. അതിലൊരു സംശയവും ഇന്ന് വരെ മുജാഹിദുകൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അഭൗതികമായ കഴിവുകൾ സർവലോക പരിപാലകനായ റബ്ബിന് മാത്രമേ ഉള്ളൂ എന്ന പൂർവീകർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞ് നമ്മുടെ സമൂഹത്തിന് പേർത്തും പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ നിർവചനങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് മലക്കുകളുടെ കഴിവും ജിന്നുകളുടെ കഴിവുമൊക്കെ അഭൗതിക കഴിവാണെന്ന അബദ്ധം പറഞ്ഞവരാണ് ഈ മാറ്റങ്ങൾക്കൊക്കെ ഹേതുവായത്. അതാണ് അപ്പുറത്തുള്ള മടവൂറി ഭാഗം സിഹിറിൽ വിശ്വസിച്ചാൽ മുശ്രിക്കായി എന്ന് പറയാൻ കാരണം, അവൻ കാഫിറായി പോയി എന്ന് പറയാൻ കാരണം, കണ്ണേറിൽ വിശ്വസിച്ചാൽ മുശ്രിക്കായി കാഫിറായി ജൂദായിസമാണെന്ന് പറയാൻ കാരണം അതേ രൂപത്തിലുള്ള വാദം കൊണ്ട് തന്നെയാണ് ഇപ്പുറത്തും ഈ ഒരു വാദം സമൂഹത്തിന്റെ മേൽ വെച്ച് കെട്ടുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വളരെ വിനയത്തോട് പറയട്ടെ, മുജാഹിദുകളെ, ഇപ്പോഴും ഈ ഉള്ളവന് പറയാനുള്ളത് അത് തന്നെയാണ്.
മുജാഹിദുകളെ, നമ്മൾ ഒന്നാണ്, നമ്മൾ ഭിന്നിക്കേണ്ടവരല്ല. ആ പേരിൽ ഒരു CD, ഒരു ഡോക്യുമെന്ററി എന്റെ സഹോദരന്മാരെ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക കൗണ്ടറിൽ നിന്ന് കിട്ടും. ശിർക്ക് അരിക്കുന്ന വിശ്വാസം എന്ന പേരിലുള്ള രണ്ടാമത്തെ ഡോക്യുമെന്ററിയും നിങ്ങൾക്ക് കിട്ടും. ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് മുഴുവനും പറയുകയാണ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുജാഹിദുകളോടും പറയുകയാണ്, നിങ്ങൾ ആ CD, ആ ഡോക്യുമെന്ററി, അത് രണ്ടും ഒന്ന് നിഷ്പക്ഷമായി നിങ്ങൾ കേൾക്കൂ. എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചത്? ഈ ഇല്ലാ കഥയുടെ പേരിൽ ഉമ്മയും മക്കളും തമ്മിൽ തെറ്റണോ? കണ്ട് പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് കുശലാന്വേഷണം നടത്തി കെട്ടിപ്പിടിച്ചിരുന്നവർ മാറി നിൽക്കണോ? മഹല്ലുകളിൽ കുഴപ്പമുണ്ടാകണോ? ഒരുമിച്ച് നിന്നവർ കോടി നിൽക്കണോ? തെറ്റിപ്പോകണോ? എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിഞ്ഞിട്ടില്ല പലരും. തെറ്റിദ്ധാരണകളിലാണ് പലരും. ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചത് അത് മാത്രമേ കേൾക്കൂ, മറ്റുള്ളതൊന്നും കേൾക്കാതിരിക്കാനുള്ള രൂപത്തിലുള്ള മാർഗങ്ങൾ വരെ പലരും ഭയപ്പാടോടെ സ്വീകരിക്കുകയാണ്. കേട്ടുപോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന നിലക്ക്, കേൾക്കരുതെന്ന നിലക്കുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങളും കേൾക്കാതിരിക്കാനുള്ള മാർഗങ്ങളും ഒക്കെ പലരും സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് കേൾക്കൂ. ശാന്തമായ അന്തരീക്ഷത്തിൽ നിങ്ങൾ മുജാഹിദുകളെ, നാം ഒന്നാണ്, നാം ഭിന്നിക്കരുത്, ശിർക്ക് അരിക്കുന്ന വിശ്വാസം എന്ന 2 ഡോക്യുമെന്ററിയും നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നിട്ട് നിങ്ങളൊരു തീരുമാനമെടുക്കും. ഇവിടെ ആരെക്കുറിച്ചാണ് സഹോദരന്മാരെ ആരോപണങ്ങൾ പറയുന്നത്? ആരിലേക്കാണ് അബദ്ധങ്ങൾ സംഭവിച്ചത്? അത് കൃത്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവര് മനസ്സിലാക്കണം. അതെ, ആ രൂപത്തിൽ ഈ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തി. അതേ, വലിയ രൂപത്തിലുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടുണ്ടായ സ്ഥാപനങ്ങളെ വരെ ആ നിലക്ക് കൊണ്ടുപോയി. നമ്മൾ മനസ്സിലാക്കണം, ലോകത്തുള്ള വലിയ വലിയ പണ്ഡിതന്മാർ നൽകിയ ഫത്വകൾ, അതുപോലെ തന്നെ കുവൈത്തിൽ നിന്നുള്ള വലിയ വലിയ മഹത്തുക്കളായ ആളുകൾ നൽകിയ സംഭാവനയുടെ ലക്ഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് പടുത്തുയർത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾ, സഹോദരന്മാരെ, ഒരു മനസ്സാക്ഷിയോടുകൂടി നമ്മളൊന്ന് ആലോചിക്ക്. അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളെങ്കിലും ആ വിഷയത്തിൽ അവർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞപ്പോൾ സ്വീകരിക്കാൻ മനസ്സുണ്ടായോ? അവര് പറഞ്ഞില്ലേ ഇവിടെ ശിർക്ക് സംഭവിച്ചിട്ടില്ല, എന്താണ് ഇതിൽ സംഭവിച്ചത്? നിങ്ങൾ ഒന്നിച്ചു നിൽക്കൂ, നിങ്ങൾ കാര്യം മനസ്സിലാക്കൂ എന്ന നിലക്ക് എത്ര സതുദ്ദേശത്തോടുകൂടെയാണ് കുവൈത്തിലെ ഇഹ്യാഉ തുറാസിൽ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് കത്ത് വന്നത്. അതുപോലെ തന്നെ ലജ്നയുടെ ഫത്വകളിൽ നമുക്ക് കാണാനാകുന്ന ആ യാഥാർത്ഥ്യത്തിൽ ഇന്ന് ആരാണുള്ളത്? അവർക്കൊക്കെ പഴച്ചു. ഇവിടെ ചില ആളുകൾക്ക് മാത്രമാണ് ശരിബോധ്യമായത് എന്ന് വെക്കലാണോ വേണ്ടത്? അതോ അവരുടെ ലൈനിൽ നിന്ന് ആരാണ് പുറത്തു പോയത്? നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. 2010-ന്റെയും 2012-ന്റെയും ഒക്കെ മുമ്പ് വിചിന്തനത്തിൽ വന്നിട്ടുള്ള ലേഖനങ്ങൾ ഇതേപോലെ തന്നെ പ്രസിദ്ധീകരിക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടോ? അതേ രൂപത്തിൽ തന്നെ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? വളരെ കൃത്യമായി സമൂഹത്തോട് പറഞ്ഞില്ലേ? അന്ന് വിചിന്തനത്തിൽ ഒരു വരി ഉണ്ടായിരുന്നു. അതെന്താ? ഒരിക്കലും എന്താണ് ഈ വിഷയത്തിൽ ജിന്നുകളുടെയും മലക്കുകളുടെയും ഒക്കെ കഴിവുകൾ അഭൗതിക കഴിവുകളാക്കിക്കൊണ്ട് പലരും ശിർക്കാരോപണങ്ങൾ അന്ന് അപ്പുറത്തുള്ള ആളുകൾ നിർവഹിച്ചപ്പോൾ അന്ന് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയത് മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയനുസരിച്ചാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല എന്ന് ഇസ്ലാഹ് മാസികയിലൂടെ എഴുതിവെച്ചു എന്ന് മാത്രമല്ല, വിചിന്തനത്തിൽ പിന്നെയും പറഞ്ഞു, അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. എന്നിരിക്കെ അവരുടെ തൗഹീദ് എങ്ങനെയാണ് പ്രതിസന്ധിയിലാവുക? എന്റെ സഹോദരന്മാര് മനസ്സിലാക്ക്. ആർക്കാണ് മാറ്റം വന്നത്? ആരാണ് മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള ആ ശരിയായ പാതയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ളത്? അത് കൃത്യമായി ഓരോരുത്തരും മനസ്സിലാക്കി കഴിയുമ്പോൾ തെറ്റിദ്ധാരണകൾ എവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായി അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷരായ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആർക്കോ വേണ്ടി, ഏതൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി, ആരുടെയൊക്കെയോ പേരിൽ പടച്ചുണ്ടാക്കിയ ശിർക്കാരോപണം അതും വിശ്വസിച്ചുകൊണ്ട് മനസ്സുകൾ അകന്ന് കഴിയേണ്ടവരല്ല നമ്മൾ.
ഒന്ന് കേൾക്കാൻ തയ്യാറാവോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ ആ ഡോക്യുമെന്ററി കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് വളരെ കൃത്യമായി അതിലൂടെ ഈ കാര്യത്തിന്റെ നിജസ്ഥിതികൾ നിങ്ങൾക്ക് ബോധ്യമാകും. ആ കാര്യമാണ് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടത് സുഹൃത്തുക്കളെ. മാത്രമല്ല, കൃത്യമായി തന്നെ വേറെ ഒരു ആരോപണം പറഞ്ഞത് മറുപക്ഷത്തുള്ള മുസ്ലിയാക്കന്മാരെ പോലെ ആയത്ത് ദുർവ്യാഖ്യാനിക്കുന്നു എന്നാണ്. ഫൈസൽ മൗലവിയെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ മുഖാമുഖത്തിൽ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെയുള്ള മുഖാമുഖങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ദൗത്യം അല്ലാഹുവിന്റെ തൗഫീഖ് മുഖേന നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. സംവാദങ്ങൾ നടന്നു, പത്തപ്പിരിയത്ത് നടന്നു, അതുപോലെ തന്നെ കോഴിച്ചനയിൽ നടന്നു, നന്ദിയിൽ നടന്നു. ആ സീഡികളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഖുർആൻ ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ. മഹാന്മാരായ പണ്ഡിതന്മാർ ആരൊക്കെയാണ് അങ്ങനെ ആ നിലക്ക് ഖുർആനിന്റെ വചനമെടുത്തുദ്ധരിച്ചത്? അത് മാത്രം നിങ്ങൾക്ക് സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യമാകുന്ന നിലക്ക് സംവാദങ്ങളിലൂടെ എന്ന പേരിലുള്ള ഒരു പുസ്തകം, പത്തപ്പിരിയം സംവാദത്തെക്കുറിച്ചും കോഴിച്ചന സംവാദത്തെക്കുറിച്ചും നന്ദി സംവാദത്തെക്കുറിച്ചുമൊക്കെ ഒരു പുസ്തകം തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. നിങ്ങൾ വായിക്കണം എന്നാണ് വളരെ വിനയത്തോടുകൂടെ ഞാൻ എന്റെ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു വിവാദങ്ങളും എനിക്ക് കേൾക്കണ്ട, എനിക്ക് ചിലരൊക്കെ പഠിപ്പിച്ചു തന്ന അത് മാത്രം മതി എന്ന നിലക്ക് ശഠിച്ചു നിൽക്കാതെ, കേൾക്കാൻ പോലും തയ്യാറാവാതെ, മാറി നിൽക്കാതെ, ഒഴിഞ്ഞു മാറാതെ, സ്വസ്ഥമായ മനസ്സോടെ, നിഷ്പക്ഷമായ മനസ്സോടെ, ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഒന്ന് കാര്യങ്ങൾ കേൾക്കാൻ മനസ്സ് വെച്ചാൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കാര്യങ്ങൾ ബോധ്യമാകും തീർച്ചയാണ്. അതുകൊണ്ട് മുമ്പേ സമൂഹത്തോട് നമ്മൾ പഠിപ്പിച്ചു പോന്നിട്ടുള്ള ആ ആശയാദർശങ്ങളെ പ്രമാണങ്ങൾക്ക് കൃത്യമായി വിരുദ്ധമാകാത്തിടത്തോളം കാലം അത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി തന്നെ പറയുകയും അതേ തൗഹീദിൽ ഊന്നി നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് ഇൽമു പകർന്നു കൊടുക്കേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത്. ആ ബാധ്യതയാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ബാധ്യതയാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇനിയും സമൂഹത്തോട് പറയേണ്ടതും അത് തന്നെയാണ്. എന്താ കാരണം? ഈ തർക്കങ്ങളും ഈ സംവാദങ്ങളും ഈ വാശിയും ഈ വഴക്കും വക്കാണവുമൊക്കെ അതുമാത്രം കൊണ്ടുപിടിച്ച് അതിലെ വസ്തുതകൾ പോലും ഗ്രഹിക്കാനുള്ള ഒരു മാനസികമായ രൂപത്തിലുള്ള ഒരു വളർച്ചയില്ലാതെ, വളരെ ഒരു നിലക്കും കേട്ടുകൂടാ എന്ന് ശഠിച്ചുകൊണ്ട്, കേൾക്കേണ്ടതില്ല എന്ന് ശഠിച്ചുകൊണ്ട് നിൽക്കുന്നതിന് പകരം വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് ആ തൗഹീദിൽ ഊന്നി നിന്നുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ രൂപത്തിൽ ഈ സമൂഹത്തോട് ഇസ്ലാം പകർന്നു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പകർന്നു കൊടുക്കുന്നതോടൊപ്പം മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കൃത്യമായി പരിചയപ്പെടുത്തപ്പെടണം. അവിടുത്തെ പേരിൽ ചൂഷണം ചെയ്യുന്നവരെ സമൂഹത്തിന്റെ മുമ്പിൽ പച്ചയായി തുറന്നു കാണിക്കണം. മുടിയുടെ വിവാദവുമായി വന്നവർ, പൊടിയുടെ വിവാദവുമായി വന്നവർ, അതുപോലെ തന്നെ പാനപാത്രവുമായി വന്നവർ, റസൂലുള്ളാഹിന്റെ മുടിയാണ്, അവിടുന്ന് കുടിച്ച പാത്രമാണ്, അതുപോലെ തന്നെ അവിടുത്തെ ആരോ ഉപയോഗിച്ച പുതപ്പാണ്, വടിയാണ്, മെതിയടിയാണ്, അതുപോലെ തന്നെ ചെരുപ്പിന്റെ മോഡലാണെന്നൊക്കെ പറഞ്ഞ് അത് സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിച്ച ആളുകൾ പ്രമാണങ്ങളുടെ മുമ്പിൽ പതറിപ്പോയി. അത് തെളിയിക്കാനാവാതെ ആ നിലക്ക് വട്ടപൂജ്യമായി, പ്രമാണങ്ങളുടെ മുമ്പിൽ വട്ടപൂജ്യമായി നിൽക്കുന്ന ഒരവസ്ഥ ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ഓരോ കാലത്തും മുജാഹിദ് പ്രസ്ഥാനം അത് നിർവഹിച്ചു പോരുകയാണ് അതിന്റെ ദൗത്യം. ഏതൊക്കെ വിഷയങ്ങളിൽ, ഏതൊക്കെ സമയത്ത്, ആരെയൊക്കെ ഏതൊക്കെ അളവിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ടോ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നാളിതുവരെയുള്ള കീഴ്വഴക്കം അതാണ്. സമൂഹത്തോട് ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഖണ്ഡനങ്ങൾ നടത്തേണ്ടിടത്ത് അത് നടത്തിയിട്ടുണ്ട്, നടക്കുന്നുമുണ്ട്. സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മുഖാമുഖങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതാ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്നേഹത്തിന്റെ പേരിൽ കുറെ ആളുകൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത നബിദിനാഘോഷം എന്ന് പറയുന്ന സമ്പ്രദായവുമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ആ വിഷയത്തിൽ തന്നെ വസ്തുത എന്താണെന്ന് ബോധ്യമാകുന്ന നിലക്ക് ഒരു ഡോക്യുമെന്ററി തന്നെ
ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ പുറത്തിറക്കി. നിങ്ങളത് കാണണം, കേൾക്കണം, പ്രചരിപ്പിക്കണം എന്നാണ് ഈ ഉള്ളവനെ സൂചിപ്പിക്കുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് എങ്ങനെയാണ് ഖുലഫാവുകൾ മഹബ്ബത്ത് കാണിച്ചത്, എങ്ങനെയാണ് മുൻഗാമികൾ അവിടുത്തെ സ്നേഹിച്ചത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ അതെപ്പോഴും പച്ച പിടിച്ച് നിലനിൽക്കട്ടെ എന്ന നിലക്കുള്ള ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു സമാധാനത്തിന്റെ സന്ദേശം കൈമാറുന്ന ആ ഡോക്യുമെന്ററി ഇതിനകം പല വീടുകളിലും എത്തിക്കഴിഞ്ഞു. പലയിടത്തും ആളുകൾ അത് കേട്ടുകഴിഞ്ഞു. ആ വിഷയത്തിലുള്ള ലഘുലേഖകൾ ഇറക്കിക്കഴിഞ്ഞു. ഇങ്ങനെ ഏതെല്ലാം വിഷയങ്ങളിൽ ബോധവൽക്കരണം ആവശ്യമുണ്ടോ അതെല്ലാം ഈ സമൂഹത്തിൽ നടക്കണം. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. അതിൽ നിന്നൊരാളും പിറകോട്ട് പോകാൻ പാടില്ല. ആ കൃത്യമായ ഇൽമ് അത് സമൂഹത്തിന്റെ മുമ്പിലേക്ക് റബ്ബാരാണെന്ന് കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ റബ്ബിനെ കുറിച്ചുള്ള ഭയപ്പാട് അവന്റെ മനസ്സിൽ പച്ചയായി നിലനിൽക്കുമ്പോൾ, എവിടെയാണെങ്കിലും നിന്നെ നിരീക്ഷിക്കുന്നവര് റബ്ബുണ്ട് മനുഷ്യ. നിന്നെ എപ്പോഴും കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന ഒരു ശക്തിയും വേറെയില്ല. ഔലിയാക്കളുമില്ല, ജിന്നുകളുമില്ല, മലക്കുകളുമില്ല, മനുഷ്യരുമില്ല, അമ്പിയാക്കളുമില്ല. നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, നിന്നെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഉറങ്ങാത്ത, മയങ്ങാത്ത, ക്ഷീണം ബാധിക്കാത്ത സർവലോക പരിപാലകനായ റബ്ബ്. ആ റബ്ബിന്റെ കണ്ണുകൾ ഉറങ്ങുകയില്ല, അവന് ക്ഷീണം ബാധിക്കുകയില്ല. ആ ഒരു ബോധം സമൂഹത്തിൽ എപ്പോഴും നിലനിൽക്കണം. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് എന്നെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ റബ്ബിന്റെ പിടുത്തത്തിൽ നിന്ന് ഒരൽപ്പം പോലും മാറിപ്പോകാൻ എനിക്ക് സാധ്യമല്ല എന്ന കൃത്യമായ രൂപത്തിലുള്ള ബോധം സമൂഹത്തിൽ ഉണ്ടാകണം. ഈ സമൂഹം അതാ മദ്യത്തിന്റെ പിന്നാലെ പോവുകയാണ്, മയക്കുമരുന്നിന്റെ പിന്നാലെ പോവുകയാണ്, വ്യഭിചാരത്തിന്റെയും അവിഹിത ബന്ധങ്ങളുടെയും പിറകെ പോവുകയാണ്. അതേ ആശാവഹമായ നിലക്ക് കേരള ഗവൺമെന്റിന്റെ ഒരു മദ്യനയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതിൽ നിന്നും വഴിമാറിപ്പോയി. മദ്യനയത്തിൽ പോലും ആ ഗവൺമെന്റ് പിറകോട്ട് പോകുന്ന ഒരു ദുഃഖകരമായ കാഴ്ചയുണ്ട്. അവര് മറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിൽ മദ്യനിരോധം വരുവോളമുള്ള നിയമങ്ങൾ തന്നെയാണ് അവർ കൊണ്ടുവരേണ്ടത്. അതാണ് മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുടെ ധർമ്മമെന്ന് സമൂഹത്തോട് ഉറക്കെ പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വ്യഭിചാരത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സമൂഹത്തിൽ നിർബാധമെന്ന് നിലനിൽക്കുകയാണ്. ഏത് തിന്മകളും സ്വകാര്യമായി ചെയ്യുവാനുള്ള സ്വകാര്യതകളുള്ള സൗകര്യങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവനവൻ സ്വകാര്യമായി കൊണ്ടു നടക്കുന്ന ആ പ്രത്യേകമായ ഉപകരണം മൊബൈൽ ഫോണിലൂടെ, അതിലെ നെറ്റ് സംവിധാനത്തിലൂടെ, അതുപോലെ തന്നെ അതിലെ സോഷ്യൽ മീഡിയകളിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ആ രൂപത്തിലൊക്കെ ഇന്ന് സമൂഹം ഇതാ അല്ലാഹു ഒരിക്കലും അനുവദിച്ചിട്ടില്ലാത്ത ഹറാമായ ബന്ധങ്ങൾക്ക് വേണ്ടി ഇവയൊക്കെ കാരണമാകുന്നു. പലരുടെയും കൂടെ പലരും ചാടിപ്പോകുന്ന ദുരന്തം, വീടുകളിൽ ഇസ്ലാമികമായ അന്തരീക്ഷം പോയി കാണുന്ന ദുരന്തം. എന്താണ് സഹോദരങ്ങളെ ഇതിനൊക്കെ നിമിത്തമായത്? ശരിയായ നിലക്കുള്ള അറിവ് കിട്ടാതെ പോകുന്നു, അറിവനുസരിച്ച് പ്രവർത്തിക്കാതെ പോകുന്നു, റബ്ബിനെ കുറിച്ചുള്ള ഭയം സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. മാതാപിതാക്കൾ കാണാതിരിക്കാൻ, നാട്ടുകാരറിയാതിരിക്കാൻ എന്ന ഒരു ചിന്തയിലേക്ക് മാത്രം മനസ്സിന്റെ ഭയത്തെ ചുരുക്കിക്കെട്ടുമ്പോൾ അവരറിയാത്ത ഒരു ഘട്ടത്തിൽ തിന്മകളിലേക്ക് സമൂഹം അതാ കൂലം കുത്തി ഒഴുകുകയാണ്. അതിന് പകരം എന്ത് വേണം? അവര് കാണട്ടെ, അറിയട്ടെ, കാണാതിരിക്കട്ടെ, അവരുണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ. ഞാൻ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞത്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ മാത്രം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എവിടെയാണെങ്കിലും എന്ന് പറഞ്ഞ ആ മഹത്തായ ഉത്തരവാദിത്തം അത് ഈ സമൂഹത്തിന് കൃത്യമായി തന്നെ പകർന്നു കൊടുക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനം ഇടമുറിയാതെ അന്നും ഇന്നും ഇനി ഇൻഷാ അല്ലാഹ് ഇനിയെന്നും തുടർന്നുകൊണ്ടിരിക്കുക. വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ പറഞ്ഞ സന്ദേശങ്ങൾ, അതല്ലേ QHLS സംവിധാനങ്ങൾ. അതുപോലെ തന്നെ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ തിന്മകളിലേക്ക് വഴിതെറ്റിപ്പോകുന്ന ചെറുപ്പക്കാര്, വിദ്യാർത്ഥികള്, യുവതീ യുവാക്കള്, അവർക്ക് ഇസ്ലാമികമായ ആദർശങ്ങളെ തുടരെ അവർക്ക് ലഭ്യമാകുന്ന നിലക്ക് തുടർച്ചയായി അവർക്ക് മതവിദ്യാഭ്യാസം ലഭിക്കുന്ന CRE തുടർ വിദ്യാഭ്യാസ മതവിദ്യാഭ്യാസത്തിന്റെ പരിപാടി ക്യാമ്പസുകളിൽ, പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ, മെഡിക്കൽ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, അതുപോലെയുള്ള തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്നവരായ യുവതീ യുവാക്കൾ, വിദ്യാർത്ഥികൾ, അവരെ പ്രത്യേകമായി ഉത്ബോധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ കൊല്ലം തോറും നടത്തി വരുന്ന, ഇനി ഇൻഷാ അല്ലാഹ് വരുന്ന ഫെബ്രുവരി 13, 14, 15 തീയതികളിൽ കാസർഗോഡിന്റെ മണ്ണിൽ വെച്ച് നടക്കുന്ന 19ാമത്തെ പ്രോഫ്കോൺ എന്നറിയപ്പെടുന്ന മഹാസമ്മേളനം. സഹോദരന്മാരെ, എന്താണ് ഈ ചെറുപ്പക്കാർ ഇങ്ങനെ ആയിപ്പോയത് എന്ന് വേദനിക്കുന്നതിന് പകരം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആ വേദനക്കൊരു പരിഹാരം വേണം. എന്റെ അറിവിൽപ്പെട്ട അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കണം. എന്റെ പരിചയക്കാരിൽ ആരൊക്കെയുണ്ടെന്ന ലിസ്റ്റ് ഞാൻ തയ്യാറാക്കണം. അങ്ങനെ മുഴുവൻ സഹോദരന്മാരും അവർക്ക് പരിചയത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവരുടെ ഫോൺ നമ്പർ ശേഖരിച്ച് അവരുടെ രക്ഷിതാക്കളോട് ബന്ധപ്പെട്ട്, അതേ മദ്യത്തിന്റെ പിടിയിൽ നിന്ന്, മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന്, അവിഹിതമായ ബന്ധങ്ങളുടെ പിടിയിൽ നിന്ന് ഈ സമൂഹത്തിന് ദിശാബോധം നൽകുന്ന, മോക്ഷം നൽകുന്ന രൂപത്തിലുള്ള ഈമാനികമായ ആർജവവും ഊർജവും പ്രദാനം ചെയ്യുന്ന ആ നിലക്കുള്ള ഉത്ബോധനങ്ങൾ അവരെ ഇരുത്തിക്കൊണ്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ കൃത്യമായ ഒരു സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള സംരംഭത്തിലേക്ക് അവരെ എത്തിക്കുവാനുള്ള ബാധ്യത, പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കുമുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ഒരു ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. നമ്മുടെ ഒരു ഫോൺ വിളി മുഖേന, നമ്മുടെ ഒരു ശ്രമം മുഖേന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഒരു അവിഹിതമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറിപ്പോയാൽ, അവർക്കൊരു രക്ഷ കിട്ടിയാൽ, അവനൊരു ശാശ്വത സമാധാനത്തിന്റെ മേഖലയിലേക്ക് കടന്നു വന്നാൽ, ഭൗതിക ലോകത്ത് നമുക്ക് ലഭിക്കുന്ന മുഴുവൻ സംവിധാനങ്ങളെക്കാളും പ്രിയമുള്ളവരെ, നമുക്കത് ഏറ്റവും ഹൈറായ കാര്യമാണെന്ന് നമുക്കറിയാം. അങ്ങനെ എന്ത് തന്നെ ദുരാരോപണങ്ങളും വിവാദങ്ങളും സമൂഹത്തിലുണ്ടായാലും നമ്മൾ നമ്മുടെ ദൗത്യത്തിൽ നിന്നൊരിക്കലും പിറകോട്ട് പോകാതെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ശ്രമങ്ങൾ സാധാരണക്കാരായ ആളുകളോട് വരെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തുവെന്ന്, ഓ സഹോദരാ, നീ ഇൽമു പഠിക്കണം, നീ അറിവ് പഠിക്കണം. പഠിച്ച അറിവ് നിനക്ക് മാത്രം പ്രവർത്തിക്കാനുള്ളതല്ല, അറിഞ്ഞ നിന്റെ അറിവ് അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിന്റെ കഴിവിനനുസരിച്ചുകൊണ്ട് നീയും മുന്നിട്ടിറങ്ങണം. അതല്ലേ ഡോർ ടു ഡോർ പ്രബോധന സംരംഭത്തിലൂടെ, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രബോധന സംരംഭത്തിലൂടെ രാജ്യമൊട്ടാകെ ലക്ഷക്കണക്കിന് വീടുകളിലൂടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. പഠിച്ച കാര്യം, നല്ല ഉറപ്പുള്ള കാര്യം പറയുന്നു, അതല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള CD കൊടുക്കുന്നു, ലഘുലേഖകൾ നൽകുന്നു, കൈപുസ്തകങ്ങൾ നൽകുന്നു, പോകുന്നവർ പഠിക്കുന്നു. അതിനുവേണ്ടി വിസ്ഡം പ്രത്യേകമായി വിസ്ഡം സ്കൂളുകൾ തന്നെ അവരെ അതിന് തയ്യാറാക്കി എടുക്കുന്നു. അങ്ങനെ പഠിപ്പ് നേടി ആ പഠിപ്പനുസരിച്ച് ആദ്യം അവനവൻ പ്രവർത്തിച്ച് അതെത്തിയിട്ടില്ലാത്തവരിലേക്ക് തന്റെ ഉള്ളറിവിന്റെ അടിസ്ഥാനത്തിൽ അത് എത്തിച്ചു കൊടുത്ത് അവര് സംശയം ചോദിക്കുമ്പോൾ അറിയാതെ ഒരിക്കലും മറുപടി പറഞ്ഞു പോകാതെ അറിവുള്ളവരോട് ചോദിക്കട്ടെ, ഇല്ലെങ്കിൽ അറിവുള്ളവർ പറഞ്ഞ CD തരാം, പുസ്തകം തരാം എന്ന് പറഞ്ഞ് വിനയത്തോടെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, ആരുടെ വീടെന്ന് നോക്കാതെ സർവ്വ വീടുകളിലും കയറി ചെന്നുകൊണ്ടുള്ള ശാന്തമായ ഒരു ദഅവത്തിന്റെ രീതി രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരനും ബോധ്യമായി എനിക്കുമുണ്ട് ചിലതൊക്കെ ചെയ്യാൻ. കേവലം പ്രസംഗം മാത്രമല്ല, ലേഖനമെഴുത്ത് മാത്രമല്ല, സാധാരണക്കാരായ ഇനി അതിനൊന്നും കഴിവില്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിയുന്ന മാർഗത്തിലൂടെ ഒപ്പം പോയിക്കൊണ്ടതിന് സഹകരിച്ചു കൊടുത്താലും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ
എനിക്കും എന്റെ ഖബറിൽ ശാന്തി ഉണ്ടാകുമല്ലോ, പരലോകത്ത് രക്ഷയുണ്ടാകുമല്ലോ എന്ന സദുദ്ദേശത്തോടുകൂടി സാധാരണ ജനങ്ങളും അതാ ആ ദഅ്വാ സംരംഭത്തിൽ മുന്നോട്ട് പോകുന്നു. പലരും അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിലും അത് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാനാണ്, സ്നേഹത്തോടെ കഴിഞ്ഞുകൂടുന്ന ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താനാണ്, തീവ്രവാദികളാണ് എന്നൊക്കെ പലരും പലതിന്റെ പേരിലും പറയുന്നുണ്ടെങ്കിലും സർവ്വലോക പരിപാലകനായ റബ്ബ് നമ്മൾ കയറി ചെല്ലുന്ന വീടുകളിൽ നിന്ന് അത് അമുസ്ലിമീങ്ങളാണെങ്കിലും മുസ്ലിമീങ്ങളാണെങ്കിലും നല്ല രൂപത്തിലുള്ള സ്വീകരണങ്ങൾ നൽകിക്കൊണ്ട് അവരത് കേൾക്കുന്നു, അവരത് വായിക്കുന്നു, അവര് മനസ്സിലാക്കുന്നു. അപൂർവം ചിലരൊക്കെ ചില രൂപത്തിലുള്ള ദേശപ്രകടനങ്ങൾ അവരുടേതായ അറിവില്ലായ്മ കൊണ്ട് അവർ നടത്തുന്നു എന്നതല്ലാതെ സഹോദരന്മാരെ ഒരു വലിയ രൂപത്തിലുള്ള മാറ്റം ലക്ഷക്കണക്കിന് വീടുകളിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൗത്യത്തിൽ പങ്കുചേരാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യതയുണ്ടാകണം. നമ്മുടെ മക്കളോട് പറയണം, ബന്ധപ്പെട്ടവരോട് പറയണം, നമ്മുടെ ഒരു പോക്ക് മുഖേന നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതാത് പ്രദേശങ്ങളിൽ ഓരോരുത്തരുടെയും നാടുകളിൽ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു സത്യം അറിഞ്ഞിട്ടില്ലാത്ത ഒരു സഹോദരൻ അവന്റെ ജാതിയോ മതമോ ആദർശമോ ഒന്നും നോക്കാതെ കാര്യം വളരെ വളച്ചുകെട്ടില്ലാതെ നേർക്ക് നേരെ കയറി ചെന്നുകൊണ്ട് പഠിച്ച അറിവ് കൈമാറുന്നതിൽ എന്ത് തകരാറാണ് പ്രിയമുള്ളവരെ നമുക്കുള്ളത്. അതിലൂടെ അള്ളാഹുവിന്റെ വലിയ സഹായമല്ലേ നമുക്ക് ലഭ്യമാവുക. ആ സഹായത്തിന് നമ്മൾ അവകാശികളായി തീരണമെങ്കിൽ പഠിച്ച ഇൽമൊരിക്കലും മൂടിവെക്കാതെ എല്ലാം തികയട്ടെ എന്ന നിലക്ക് മാറി നിൽക്കാതെ എനിക്ക് ഉള്ള അറിവ് ഞാൻ പകർന്നു കൊടുക്കട്ടെ. കാരണം എനിക്കെത്രയാണ് ആയുസ്സെന്ന് എനിക്കറിയില്ലല്ലോ, എന്റെ സഹോദരന്റെ വീട്ടിൽ ഇനി എനിക്ക് പോകാൻ കഴിയുമോ എനിക്കറിയില്ലല്ലോ, എനിക്കിനി എത്രയാണ് കാലയളവുള്ളത്, എന്റെ ചുറ്റുഭാഗത്തുമുള്ള പ്രവർത്തകന്മാർക്ക് സഹജനങ്ങൾക്ക് എത്രയാണ് കാലഘട്ടം ബാക്കിയുള്ളത്, ആർക്ക് ഗ്യാരണ്ടി പറയാൻ സാധിക്കും? അതുകൊണ്ട് ഉള്ള കാലത്ത് അറിവ് നേടി ആ അറിവനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് അത് തന്റെ കുടുംബത്തോട് പറഞ്ഞ്, തന്റെ അയൽക്കാരോട് പറഞ്ഞ്, തന്റെ നാട്ടുകാരോട് പറഞ്ഞ് സ്നേഹത്തോടെ ഇസ്ലാമിന്റെ സന്ദേശം അത് എല്ലാ വിഷയങ്ങളിലും ഏത് വിഷയങ്ങളിലും സമൂഹത്തിന് ഏതൊക്കെ രൂപത്തിലുള്ള ദിശാബോധം ലഭിക്കേണ്ടതുണ്ടോ അതൊക്കെയും നമ്മൾ നൽകേണ്ടതുണ്ട്. ആ മാർഗം ഇന്നും അതാ പണ്ട് കാലത്ത് എവിടെയൊക്കെ പ്രബോധനകരമായ കാര്യങ്ങൾ നിർവഹിക്കേണ്ട ബാധ്യതയുണ്ടോ ആ കാലഘട്ടങ്ങളിലെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ നടത്തിപ്പോന്ന അതേ ദഅവത്ത് തൗഹീദിന്റെ കാര്യത്തിൽ, സുന്നത്തിന്റെ കാര്യത്തിൽ, ബിദ്അത്തിന്റെ കാര്യത്തിൽ, ഷിർക്കിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഏത് വിഷയമുണ്ടോ ഓരോ വിഷയങ്ങളും കൃത്യമായി പറയുന്നു. ഏതെങ്കിലും വിഷയം തർക്ക വിഷയമാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും പറഞ്ഞാൽ ഇപ്പോൾ പറ്റില്ലെന്ന നിലക്ക് മാറിപ്പോയിട്ട് ജനങ്ങളുടെ കയ്യടി കിട്ടുന്ന വിഷയങ്ങൾ മാത്രം പറയുന്ന ഒരു ദഅവത്തിന്റെ രീതി മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല, ഇപ്പോഴും സ്വീകരിക്കുന്നില്ല. ജനങ്ങളോട് തൗഹീദ് പറയേണ്ടിടത്ത് അങ്ങനെ, സംവാദം നടത്തേണ്ടിടത്ത് അങ്ങനെ, ഖണ്ഡനം പറയേണ്ടിടത്ത് അങ്ങനെ, പ്രാഥമിക പാഠങ്ങൾ കൊടുക്കേണ്ടിടത്ത് അങ്ങനെ, പ്രാഥമികമായ പാഠങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി സത്യം മനസ്സിലാക്കിയവർക്ക് ഉൾക്കാഴ്ചയുള്ള വലിയ രൂപത്തിലുള്ള വിശദ പഠനം വേണമെങ്കിൽ അവർക്ക് വേണ്ടിയതാ മജാലിസുൽ ഇൽമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മഹാന്മാരുടെ അഖീദയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചർത്ഥം പഠിപ്പിച്ച് അവരെ സമൂഹത്തിന് ബോധവന്മാരാക്കിയിട്ട് ആവശ്യമായതെന്തും ആവശ്യമായ നിലക്ക് സാഹചര്യത്തിന്റെ സന്ദർഭത്തിന്റെ തേട്ടമനുസരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ രംഗത്ത് നിന്ന് ആരൊക്കെ പോയി എന്നത് ഈ പ്രസ്ഥാനം ഒരിക്കലും അതിന്റെ ഒരു കാരണമായോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വശമായോ നമ്മൾ പരിഗണിക്കുന്നില്ല. അതിൻ്റെതായ കൃത്യമായ ആ ഒഴുക്ക് ദഅ്വാ രംഗത്ത് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായി തന്നെ ഈ സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട്. എന്താണ് കാരണം? നമുക്കൊക്കെ മരിച്ചു പോകണം. ആ മരിച്ചു പോയാൽ സർവ്വലോക പരിപാലകനായ റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കണം. അതിന് നമുക്ക് സമാധാനമുള്ള ഒരു ഖൽബ് വേണം. ആ സമാധാനം എങ്ങനെയാ ലഭ്യമാവേണ്ടത്? അലാ, അറിയണേ ജനങ്ങളെ, ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് അടക്കം ലഭിക്കുന്നത്, ഹൃദയങ്ങൾക്ക് അടക്കവും ഒതുക്കവും ഒക്കെ ലഭിക്കുന്നത് ഏതിലൂടെ മാത്രമാണ്? അല്ലാഹുവിനെ ശരിക്കും ഓർക്കുന്നതിലൂടെ മാത്രമാകുന്നു. ആ ഓർമ്മ സമൂഹത്തിൽ നിന്ന് ലഭ്യമാകാൻ പ്രിയമുള്ളവരെ, ആ ഓർമ്മ സമൂഹത്തിൽ നിലനിൽക്കുവാൻ എന്ത് വേണം? കൃത്യമായി തന്നെയുള്ള പഠനങ്ങൾ നടക്കണം. അതിനാവശ്യമായ രൂപത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നതോടൊപ്പം അത് നമ്മുടെ ജീവിതത്തിൽ വേണം.
നമ്മുടെ വീടിന്റെ അന്തരീക്ഷം അങ്ങനെ തന്നെ മാറണം. അവിടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടത്തണം. ഒരു കുടുംബിനിക്ക് അതിന് വലിയ ബാധ്യതയുണ്ട് പ്രിയമുള്ളവരെ. ഓരോ വീട്ടിലെയും ഉമ്മമാരെ, ആ ഉമ്മമാരുടെ മടിത്തട്ടിലല്ലേ മക്കളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. നാം മനസ്സിലാക്കണം, അവരുടേതായ ആ പാരായണത്തിലൂടെ ജീവിക്കുമ്പോൾ അത് സർവലോക പരിപാലകനായ റബ്ബിന്റെ നിയമങ്ങളാണ്, വിധിവിലക്കുകളാണെന്ന നിലക്ക് അവരുടെ ജീവിതത്തിൽ അവർ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിശുദ്ധ ഖുർആൻ അതാ നാളെ പരലോകത്ത് അവർക്ക് സാക്ഷിയായി കൊണ്ടുവരികയായി. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഉമ്മമാരെ, രാവിലെ എഴുന്നേൽക്കുമ്പോ ഞാനും നമ്മുടെ ഭാര്യയും നമ്മുടെ ഭാര്യമാരും നമ്മുടെ ഭർത്താക്കന്മാരും അതുപോലെ തന്നെ സന്താനങ്ങളുമൊക്കെ അൽഹംദുലില്ലാഹ് الذي يحيانا بعدما ماتنا وإليه النشور എന്ന് സർവലോക പരിപാലകനായ റബ്ബിന് ഹംദ് അർപ്പിച്ചുകൊണ്ട്, സ്തുതി അർപ്പിച്ചുകൊണ്ടാണോ എഴുന്നേൽക്കുന്നത്? നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. രാവിലെ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. അദ്കാറുസ് സബാഹി വൽ മസാഇ എന്ന പേരിൽ ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്, പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ. നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഉമ്മമാരെ? നമ്മളത് ഉൾക്കൊണ്ടിട്ടുണ്ടോ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. 3 തവണ അത് പ്രഭാത പ്രദോഷങ്ങളിൽ പറയാൻ പഠിപ്പിക്കപ്പെട്ടു. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്ർ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടു. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅനാ അബ്ദുക വഅനാ അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അബൂഉ ലക ബിദംബിക എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൃത്യമായ ഒരൽപ്പം സുദീർഘമായ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. റബ്ബിനോട് പാപമോചനത്തിന് വേണ്ടി തേടുന്ന തേട്ടം, ആ ഇസ്തിഗ്ഫാറിന്റെ നേതാവെന്ന് പഠിപ്പിക്കപ്പെട്ട ആ പ്രാർത്ഥന പകൽ സമയത്ത് പറഞ്ഞ് ഒരാൾ രാത്രിയാകുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാൽ നമുക്ക് തിരിച്ചു ചെല്ലാനുള്ള സ്വർഗത്തിന്റെ അവകാശിയായി അവൻ മാറിക്കഴിഞ്ഞു. ആരെങ്കിലും അത് രാത്രിയിൽ പറയുകയും അതിൽ പറയുന്നതെല്ലാം ശരിക്ക് തെറ്റുകൂടാതെ പറഞ്ഞ് അംഗീകരിച്ച് വിശ്വസിച്ച് ദൃഢമായ നിലക്ക് തന്നെ അത് രാത്രിയിൽ ഒരാൾ മൊഴിയുകയും പ്രഭാതമാകുന്നതിന്റെ മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്. ആ ഒരു ദിക്ർ, ആ ഒരു ദുആ ഉമ്മമാരെ, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉപ്പമാരെ, നമ്മളത് നിർവഹിക്കുന്നുണ്ടോ? ജീവിതത്തിന്റെ ഏതേത് ഘട്ടങ്ങളിലാണ് നമുക്ക് ദുആകളില്ലാത്തത്, ദിക്റുകളില്ലാത്തത്? എവിടെയും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് സർവലോക പരിപാലകനായ റബ്ബിനോടല്ലേ. വാഹനത്തിലേറുമ്പോഴും വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും ബിസ്മില്ലാഹ്, വാഹനം ഓടിച്ചു പോകുമ്പോഴും അതുപോലെ തന്നെ സർവ്വ സാഹചര്യങ്ങളിലും അവസാനം ഉറങ്ങുന്നതിന്റെ മുമ്പായി ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉദുവെടുക്കാൻ പറഞ്ഞു. ഉദുവെടുത്ത് ശാന്തമായി ഉറങ്ങു സഹോദരാ. ആയത്തുൽ കുർസി നീ പാരായണം ചെയ്യ്, ശൈത്താൻ നിന്നെ സമീപിക്കുകയില്ല. നിനക്ക് റബ്ബിൽ നിന്നൊരു പ്രത്യേക കാവൽക്കാരൻ പ്രഭാതമാകുവോളം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഉദുവെടുക്കാൻ നമ്മുടെ മക്കളെ ശീലിച്ചോ? നാം ശീലിച്ചോ? വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ പറഞ്ഞു, കിടക്കുന്ന വിരിപ്പൊന്ന് കൊടയാൻ പറഞ്ഞു. എന്തെന്ത് നിർദ്ദേശങ്ങൾ അവിടുന്ന് പറഞ്ഞു. ഭക്ഷണമുള്ള വെള്ളപാത്രങ്ങൾ, ഭക്ഷണപാത്രങ്ങൾ മൂടിവെക്കണേ, ബിസ്മില്ല ചൊല്ലിക്കൊണ്ടെന്ന് പറഞ്ഞു. വർഷത്തിലൊരിക്കൽ ഇറങ്ങുന്ന മഹാമാരികൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദിവസം ഏതാണെന്ന് നമുക്കറിയില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞതാണ്, വർഷത്തിൽ ഒരിക്കൽ ഇറങ്ങുന്ന മഹാരോഗങ്ങളുണ്ട്, ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രോഗങ്ങൾ. അതേതാണെന്ന് നമുക്കറിയില്ല. ആ രോഗം ഈ ഭൂമിയിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അത് വീണു പോകരുത്, വെള്ളപാത്രങ്ങളിൽ അത് വീണു പോകരുത്. അതുകൊണ്ട് ഭക്ഷണമുള്ള പാത്രങ്ങൾ, വെള്ളപാത്രങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് ബിസ്മില്ലാഹ് എന്ന നാമം ചൊല്ലിക്കൊണ്ട് മൂടിവെക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതേത് കാര്യങ്ങളിലൊക്കെ അവിടുന്ന് നിർദ്ദേശിച്ചു. നിന്റെ വലത്തെ കവളിലേക്ക് നിന്റെ വലത്തെ കൈപ്പത്തി ചേർത്തുകൊണ്ട് വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കൂ മനുഷ്യ. സൂറത്തുൽ
സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യൂ. മുഅവ്വദതൈനി ഓതൂ. നിന്റെ കൈകളിൽ നീ ഊതിയിട്ട് ഓതൂ. ആ ഇരു കൈകളെയും കൊണ്ട് നിന്റെ തല നീ തടവൂ, മുഖം തടവൂ, കിട്ടാവുന്ന നിന്റെ ശരീരഭാഗങ്ങളെല്ലാം തടവിക്കൊണ്ട് കിടന്നുറങ്ങൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകം കണ്ട നേതാവ് കുല്ല ലൈലത്തിൻ മുഴുവൻ രാത്രിയിലും അത് ചെയ്യാതെ ഉറങ്ങിയിട്ടില്ല. ഒരൊറ്റ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാതായിട്ടില്ല. അവിടത്തേക്ക് ചെയ്യാൻ കഴിയാതെ വന്ന സമയത്ത് പോലും ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേദന വരുമ്പോൾ ഇഖ്ലാസും മുഅവ്വദതൈനിയും ഓതി മന്ത്രിച്ചിട്ടുണ്ട്. അവിടുത്തെ കൈകളിൽ ഊതി അതുകൊണ്ട് ശരീരം തടവിയിട്ടുണ്ട്. അവിടുത്തേക്ക് രോഗം കഠിനമായ സന്ദർഭത്തിൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ കൊണ്ട് ഓതിപ്പിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓതി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിലുള്ള ബറക്കത്ത് ഒരൊറ്റ മനുഷ്യരും ലോകത്തില്ലല്ലോ. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഈ സൂറത്തുകൾ ഓതിക്കൊടുത്തു എന്നതല്ലാതെ തടവൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകൾ കൊണ്ട് തന്നെ തടവിക്കൊടുത്തു. ഒരു രാത്രിയിൽ പോലും അത് ചെയ്യാത്ത ദിവസം ഉണ്ടായിട്ടില്ല. കുല്ല ലൈലത്തിൻ എന്നല്ലേ ഹദീസിൽ കാണുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, എല്ലാ കക്ഷിത്വങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്ക്. ഇതിലൂടെയൊക്കെ നമുക്കൊരു ഉൾക്കാഴ്ചയുണ്ടാകും. റബ്ബിന്റെ ഈ കൃത്യമായ അദബുകൾ പാലിക്കുന്നതിലൂടെ ദുരാരോപണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും. സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് ഉണ്ടാകും. അതേ പാതിരാവുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായീല വ ഇസ്റാഫീൽ فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. ലോകം കണ്ട നേതാവിനോട് സ്നേഹമുണ്ടോ? ഹബീബിനോട് സ്നേഹമുണ്ടോ? അത് തൊലിപ്പുറമേ വാചകപ്പുറത്തുള്ള സ്നേഹം കൊണ്ടായില്ല. അവിടുന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും നിസ്സാരമെന്ന് തള്ളിക്കളയാതെ ജീവിതത്തിൽ നിനക്ക് നല്ല ബസാറത്ത് കിട്ടണോ, നല്ല ഈമാനികമായ ദാർഢ്യം കിട്ടണോ, ആരൊക്കെ നിന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും പതറാതെ ആദർശത്തിൽ ഉറച്ചു മുന്നോട്ട് പോകാൻ നിനക്ക് തൗഫീഖ് വേണോ? മഹാനായ റബ്ബുൽ ആലമീൻ അവൻ അനുയോജ്യമായ നിലക്ക് രാവിന്റെ അന്ത്യയാമങ്ങളിൽ ഇറങ്ങി വന്നുകൊണ്ട് അവൻ ചോദിക്കും, ഫഹൽ മിൻ സായിലിൻ, ചോദിക്കുന്നവരുണ്ടോ തരാം, ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ, പാപമോചനം തരേ റബ്ബേ എന്ന് തേടുന്നവരുണ്ടോ ഞാൻ പുറത്തു തരാം, ഫഹൽ മിൻ തായിബ്, തൗബ ചെയ്യുന്നവരുണ്ടോ ഞാൻ തൗബ സ്വീകരിക്കാമെന്ന് പറയുന്ന നേരത്ത്, അതേ ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന നേരത്തൊന്ന് എഴുന്നേറ്റ് ഒരല്പനേരമെങ്കിലും ഒന്ന് നിസ്കരിച്ചു സഹോദരാ. അവിടുന്ന് പറഞ്ഞില്ലേ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കണേ, നിങ്ങൾ അന്നം കൊടുക്കണേ, ഭക്ഷണം കൊടുക്കണേ, വസല്ലൂ ബില്ലൈൽ വന്നാസു നിയാം, ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ രാത്രിയിൽ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണേ, തദ്ഖുലുൽ ജന്നത ബിസലാം, സലാമോടുകൂടി ശാന്തിയോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അതേ ആരാരും അറിയാതെ, ഒരുപക്ഷെ തന്റെ ഭാര്യ പോലും അറിയാതെ, തന്റെ ഭർത്താവ് അറിയാതെ, തന്റെ മക്കൾ അറിയാതെ, ഉപ്പയറിയാതെ, ഉമ്മയറിയാതെ എഴുന്നേറ്റ് ഉളുവെടുത്ത് റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഓരോ സഹോദരനും ഒന്ന് ഇന്നത്തെ രാത്രി മുതൽക്ക് തന്നെ ഒന്ന് ചോദിക്കാൻ തുടങ്ങുക, എന്ത്? അല്ലാഹുവേ, ജിബ്രീലിന്റെ റബ്ബേ, മീകായീലിന്റെ റബ്ബേ, ഇസ്രാഫീലിന്റെ റബ്ബേ, ലോകം മുഴുവൻ സൃഷ്ടിച്ചവനായ നാഥ, ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്ന റബ്ബേ, നീയാണല്ലോ സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്നവൻ, നീയാണല്ലോ സന്മാർഗത്തിലേക്ക് വഴികാട്ടുന്നവൻ. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് സമൂഹം അഭിപ്രായ വ്യത്യാസത്തിലാണ്, പലരും പലതിന്റെ പേരിലും തർക്കിക്കുകയാണ്. ഇതിനിടയിൽ പലപ്പോഴും ഞാൻ പതറിപ്പോകുന്നു റബ്ബേ. അതുകൊണ്ട് അത്തരം തർക്കമുള്ള വിഷയങ്ങളിൽ ഇഹ്ദിനീ ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം.
അഭിപ്രായ വ്യത്യാസങ്ങൾ പലരും പറയുന്നുണ്ട്. എത്ര കാലമാണ് ഈ വാശി, എത്ര കാലമാണ് ഈ വൈരാഗ്യം, എത്ര കാലമാണ് ഈ ഉമ്മയെ മാറ്റിവെക്കൽ, എത്ര കാലമാണ് ഈ മക്കളെ പുറത്താക്കൽ, എത്ര കാലമാണ് ഈ ജ്യേഷ്ഠനും അനുജനും പരസ്പരം തല്ലിപ്പിരിയൽ, എത്ര കാലമാണ് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഒന്നിച്ച് നടന്നിരുന്നവർ ഈ ഭിന്നിച്ച് നിൽക്കൽ. റബ്ബേ മടുത്തു റബ്ബേ, കഴിയില്ല റബ്ബേ, ഇഹ്ദിനീ, നീ എനിക്ക് വഴി കാണിച്ചു തരണേ, നീ എന്നെ ചേർത്തു തരണേ. ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക, നിന്റെ പ്രത്യേക തൗഫീഖ് പ്രകാരം ഹഖേതാണോ അതിലേക്ക് നീ എന്നെ വഴി നടത്തണേ. കാരണം എന്താണ്? ഹിദായത്തിന് വേണ്ടി നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ഒരാളോടും ചോദിക്കാനില്ലല്ലോ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. നീയാണല്ലോ നീ ഉദ്ദേശിക്കുന്നവരെ നേരിന്റെ മാർഗത്തിലേക്ക് വഴി നടത്തുന്നത്. ഇത് നിങ്ങളൊന്ന് ചോദിക്കുക. പാതിരാവുകളിൽ എഴുന്നേറ്റ് ഉളുവെടുത്ത് ആരാരും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ മാത്രം നിൽക്കുന്ന അതേ സ്വല്ലൂ ബില്ലൈൽ വന്നാസു നിയാം, ആളുകളൊക്കെ ഉറക്കിന്റെ ആസ്വാദനത്തിൽ അങ്ങനെ മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുമ്പോ എഴുന്നേൽക്ക് സഹോദരാ, എഴുന്നേൽക്ക് സഹോദരി, നിന്റെ റബ്ബിനോടൊന്ന് പൊട്ടിക്കരയ്. ഞാൻ ആരെയാണ് മുശ്രിക്കെന്ന് വിളിച്ചത്? ഞാൻ ആരെയാണ് ഒരു പ്രമാണവുമില്ലാതെ ആരുടെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ശിർക്കിന്റെ ദുരാരോപണം പറഞ്ഞത്? ആരെയാണ് ഞാൻ പലതും വിളിച്ചു പരിഹസിക്കുന്നത്? റബ്ബേ, നീ എനിക്ക് സത്യം മനസ്സിലാക്കി തരണമെന്ന് മനമുരുകിക്കൊണ്ട് നിങ്ങളങ്ങ് ദുആ ചെയ്യ്. കാര്യങ്ങളൊന്ന് പഠിക്കാനൊരുങ്ങ്. കൃത്യമായി കാര്യം മനസ്സിലാകും. പ്രിയമുള്ളവരെ, അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണ്. അതേ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ നിയ്യത്തോടുകൂടെ കിടക്ക്. ദിക്റുകൾ നീ ചൊല്ല്. സുബ്ഹാനല്ലാഹ് 33 പറയ്, അൽഹംദുലില്ലാഹ് 33 പറയ്, അല്ലാഹു അക്ബർ 34 പറയ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കിയിട്ടേ ഇല്ല. അത് കേട്ടവരൊറ്റ സ്വഹാബിയുടെയും ജീവിതത്തിൽ അവരത് ഒഴിവാക്കിയിട്ടില്ല. ഏത് തിരക്ക് പിടിച്ച ദിവസത്തിലും അതവര് ചെയ്തിട്ടുണ്ട്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഞാനും ഫാത്തിമയും ഒക്കെ കേട്ടതിന്റെ ശേഷം പിന്നെ ഒരിക്കലും ഞാനത് ചൊല്ലാതെ, ആ ദിക്ർ ചൊല്ലാതെ ഉറങ്ങിയിട്ടില്ല. ആ നേരത്തൊരു സഹാബി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറെ ടെൻഷൻ ഉണ്ടായിരുന്ന, ഏറെ തിരക്കുണ്ടായിരുന്ന, ഏറെ ഭാരിച്ച ഔദ്യോഗിക ഉത്തരവാദിത്തം കൈയാളാനുണ്ടായിരുന്ന ഒരു രാത്രി ഉണ്ടായിരുന്നില്ലേ, സിഫീൻ എന്ന് പറയുന്ന യുദ്ധത്തിന്റെ രാത്രി? അന്ന് നിങ്ങൾക്ക് എന്തായാലും ഇത് ചൊല്ലാൻ ടൈം കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ മഹാനായ അലി റളിയല്ലാഹു തആല എന്ന് പറയാണ്, വലാ ലൈലത സിഫീൻ, സിഫീനിന്റെ രാത്രിയിൽ പോലും ഞാനത് ഉപേക്ഷ വരുത്തിയിട്ടില്ല. അങ്ങനെ കൃത്യമായി കേട്ടാൽ അത് പ്രവർത്തിക്കുന്ന സഹാബിമാര്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ സഹാബ വനിത, അതേ നമ്മുടെ ഉമ്മ എന്താ പറഞ്ഞത്? 12 റക്അത്ത് നിസ്കാരത്തെ കുറിച്ച് അവര് പഠിച്ചു. ഏതാ 12 റക്അത്ത് നിസ്കാരം? ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും പിറകെയുമൊക്കെയായി. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. ഈ 12 റക്അത്ത് ആരെങ്കിലും പതിവാക്കി സ്ഥിരോത്സാഹത്തോടുകൂടി അത് നിത്യമായി കൊണ്ടു നടക്കുന്നുവെങ്കിൽ അല്ലാഹു അവന് സ്വർഗത്തിൽ ഭവനം പണിതു കൊടുക്കും എന്ന് പറഞ്ഞ് കേട്ടതിന്റെ ശേഷം പിന്നെ ഒരിക്കലും ഞാനത് വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് നമ്മുടെ ഉമ്മ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ രേഖപ്പെടുത്തുന്നു. ഉമ്മമാരെ, നമ്മൾ എത്ര ഹദീസുകൾ കേട്ടു, എത്ര ദിക്റുകൾ കേട്ടു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ പറയും തോറും സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി ഒരു ഈത്തപ്പന ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗീയ നിധികളിൽപ്പെട്ട ഒരു നിധിയാണെന്ന് ഹബീബ് പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അത് മീസാനിൽ എത്ര വലിയ വെയിറ്റുള്ള ദിക്റുകളാണ്, പറയാൻ എത്ര എളുപ്പമാണ്. റഹ്മാനായ റബ്ബിനത് എത്ര പ്രിയങ്കരമാണ്. ഹബീബിൽ നിന്ന് നമ്മളത് പഠിച്ചില്ലേ? ഹദീസുകളിൽ നിന്ന് നമ്മളത് പഠിച്ചില്ലേ? നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ ഉമ്മമാരെ? നമ്മുടെ മക്കളിലേക്ക് അത് പകർന്നിട്ടുണ്ടോ
ഉപ്പമാരെ? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടോ? ഇവിടെയാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം ഭവിക്കുന്നത്. അവിടെയാണ് അള്ളാഹ് പഠിപ്പിച്ചിട്ടുള്ള ആത്മശാന്തിക്ക് ആവശ്യമായ ഔഷധങ്ങൾ ആത്മീയ രംഗത്ത് നമ്മൾ സേവിക്കാതെ പോകുന്നു. കുടുംബങ്ങളിൽ തമ്മിൽ തല്ലൽ വരുന്നു, പരസ്പരം പിളർപ്പുണ്ടാകുന്നു, പരസ്പരം തമ്മിൽ തല്ലുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. വാപ്പയും മക്കളും തമ്മിൽ ബന്ധമില്ലാതെയാകുന്നു, ഉമ്മയും മക്കളും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെയാകുന്നു. ദാമ്പത്യ രംഗത്ത് വിള്ളലുകൾ വീഴുന്നു. അത് കണ്ട് വളരുന്ന മക്കൾക്കിടയിലെ സമാധാനവും നഷ്ടപ്പെടുന്നു. അങ്ങനെ അവർ സമാധാനം വീട്ടിലില്ലാതെ വരുമ്പോ സമാധാനത്തിന്റെ തുരുത്തുകൾ തേടിയിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് വഞ്ചകന്മാര് അവരെ മാടി വിളിക്കുന്നത്. വന്നോ നിനക്ക് കാശ് തരാം, വന്നോ നിനക്ക് സുഖ സൗകര്യങ്ങൾ തരാം, വന്നോ നിനക്ക് ആയിരങ്ങൾ തരാം. അങ്ങനെ അവരുടെ പിന്നാലെ നമ്മുടെ കൊച്ചുമക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഉമ്മമാരിൽ നിന്ന് ഉപ്പമാരിൽ നിന്ന് കിട്ടേണ്ട സ്നേഹങ്ങൾ കിട്ടാതെ പോയപ്പോ ആദർശരംഗത്തുള്ള മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാനാവാതെ അവരുടെ ഭക്ഷണവും വസ്ത്രവും മാത്രം ശ്രദ്ധിച്ച്, അവരുടെ ചികിത്സയും മാത്രം ശ്രദ്ധിച്ച്, അവരുടെ മതബോധം എന്താണെന്ന് ആലോചിക്കാതെയായപ്പോ ഈ തന്തയെയും തള്ളയെയും ഇട്ടുകൊണ്ട് മക്കള് പോകുന്ന ഒരു ദുരന്തം. അത് വേണോ ഉപ്പമാരെ? അത് വേണോ ഉമ്മമാരെ? നമ്മളാണ് മാറ്റം വരുത്തേണ്ടത്, നാമാണ് ചിന്തിക്കേണ്ടത്. അതിനാവശ്യമായി നമ്മളാണ് മാറ്റം വരുത്തേണ്ടത്. നമ്മുടെ മക്കളുടെ കൈകളിൽ കൊടുത്തേൽപ്പിക്കുന്ന ഉപകരണങ്ങൾ അത് നന്മയിലേക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതോ തിന്മയിലേക്കാണോ ഉപയോഗപ്പെടുന്നത്? നമുക്ക് അറിയൂ വേണ്ടേ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഉപ്പാക്ക് വേണ്ടി റബ്ബേ നീ പുറത്തു കൊടുക്കണേ അല്ലാ, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, എന്നോട് പൊറുക്കണേ, എന്റെ മാതാപിതാക്കൾക്കും പുറത്തു തരണേ, പുറത്തു കൊടുക്കണേ എന്ന് പറയുന്നവര് മക്കള് വേണോ? അതോ അവരെ പറ്റി ചിന്തിക്കാതെ, അവരെ ഓർക്കുക പോലും ചെയ്യാതെ, അവരുടെ സ്വത്തിന്റെ കാര്യത്തിൽ മാത്രം തമ്മിൽ തല്ലി പിന്നീട് ആ സ്വത്തും പങ്കിട്ടെടുത്തുകൊണ്ട് മാതാപിതാക്കളെ ഒരിക്കൽ പോലും ഓർക്കാതെ നടക്കുന്ന മക്കള് വേണോ? കൃത്യമായി ഒന്ന് ചിന്തിച്ചോ. അതുകൊണ്ട് അവർക്ക് ബോധവൽക്കരണം നടത്തപ്പെടുന്ന സംരംഭങ്ങളിൽ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഫ്കോണുകളും CRE സംവിധാനങ്ങളും അതുപോലെ തന്നെ ആ നിലക്കുള്ള തുടർ വിദ്യാഭ്യാസ പഠന പരിപാടികളുമൊക്കെ സമൂഹത്തിന് കൃത്യമായി തന്നെ പഠനങ്ങൾ നടത്തിയിട്ട് ആ രംഗത്തുള്ള കൃത്യമായ ഒരു ബോധവൽക്കരണം ഈ സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും സജീവമായ ശ്രദ്ധ പതിയേണ്ടത്. ഇങ്ങനെ ഏതേത് കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒട്ടേറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ആളുകളൊക്കെ ചിന്തിക്കുന്നത് എന്താ? മറ്റാരെങ്കിലും അറിയുമോ? ആളുകൾ കാണുമോ? റബ്ബ് കാണുന്നുണ്ടോ? റബ്ബ് അറിയുന്നുണ്ടോ എന്ന ചിന്തയില്ല. വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചില്ലേ? വമാ തകൂനു ഫീ ശഅനിൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ ഇദ് തുഫീദൂന ഫീഹി വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ السماء ولا صغر من ذلك ولا أكبر إلا في كتاب مبين. നീ ഏതൊന്നിൽ മുഴുകുകയാണെങ്കിലും, നീ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, ഏതൊരു പ്രവൃത്തി നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും, ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ, നിങ്ങളുടെ മേൽ ദൃക്സാക്ഷിയായിക്കൊണ്ട് ഞാനില്ലാതെ ഒന്നും നടക്കുന്നില്ല. ആ ബോധം പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ കൃത്യമായിട്ട് ഉണ്ടാവട്ടെ. അപ്പോഴേ ഈ സമൂഹത്തിന് കൃത്യമായ രൂപത്തിൽ ഉണർന്നു പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതന്നു. നമ്മൾ അതിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ് പ്രിയമുള്ളവരെ? അവിടുന്ന് പറഞ്ഞില്ലേ എന്താ നമ്മോട് പറഞ്ഞത്? എന്റെ സഹോദരന്മാരുടെ മനസ്സിൽ കോറിയിടേണ്ടുന്ന ഒരു ഹദീസ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ 6 കാര്യങ്ങൾക്ക് എന്നോട് വാക്ക് തരൂ. നിങ്ങളോട് സ്വർഗത്തിന്റെ കാര്യത്തിൽ റബ്ബിന്റെ ഇതിന് പ്രകാരം ഞാനും നിങ്ങൾക്ക് വാക്ക് തരാം. ഏതൊക്കെയാണ് 6 കാര്യങ്ങൾ? ഉസ്തുഖൂ ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുന്നതായാൽ അത് വ്യക്തിയെ കുറിച്ചാണെങ്കിലും ആരെക്കുറിച്ചാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും സത്യമല്ലാതെ പറഞ്ഞു പോകല്ല, സത്യമേ പറയാവൂ. വൗഫൂ ഇദാ വഅത്തും, നിങ്ങൾ
കരാർ ചെയ്താൽ ആ കരാർ പൂർത്തിയാക്കണേ. നിങ്ങൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം അമാനത്ത് നിങ്ങൾ കൃത്യമായി തന്നെ നിലനിർത്തണേ. നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തണേ, നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തണേ. എല്ലാ അപകടങ്ങൾക്കും കാരണമാകുന്നത് മനുഷ്യന്റെ ഒരു അവിഹിതമായ നോട്ടമാണ്. അറിയാതെ നോക്കിപ്പോകുമ്പോ ഉടനെ തന്നെ നിന്റെ കണ്ണുകളെ നീ പിൻവലിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബേ, നീ ഒരുക്കി വെച്ചിട്ടുള്ള സുഖലോലുപമായ സ്വർഗത്തിൽ അവൻ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള സുഖങ്ങളുടെ മുമ്പിൽ ദുനിയാവിലെ എന്തും എത്ര നിസ്സാരമാണ്. ഇത് നോക്കിയിരുന്നാൽ എനിക്ക് അവിടെ കിട്ടുന്നൊരു നഷ്ടമാകുമല്ലോ എന്ന ഏറ്റവും വലിയ തഖ്വയോടെ വിനയത്തോടെ നിന്റെ കണ്ണുകൾ നീ പിൻവലിക്കൂ, നിന്റെ ലൈംഗികാവയവങ്ങളെ നീ കാത്തു സൂക്ഷിക്കൂ. വകുഫൂ വൈദിയക്കും, ഒരാൾക്കെതിരെയും നിന്റെ ഭാഗത്തു നിന്നൊരു പീഡനമുണ്ടാവല്ലേ. നിന്റെ കൈകളെ നീ അടക്കി വെക്കൂ. ഒരു മുസൽമാന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അതല്ലേ, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് ഇതര മനുഷ്യന്മാർ അവന്റെ നാവിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടണം, അവന്റെ കൈയിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടണം. ഒരാൾക്കും ആ നിലക്കുള്ള ഒരു വേദനയുണ്ടാക്കാതെ നീ ശ്രദ്ധിച്ചു ജീവിക്കണേ. ഈ 6 കാര്യങ്ങളും വിശദീകരിക്കപ്പെടേണ്ടവയാണ്, നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നിങ്ങൾ എനിക്ക് വാക്ക് തരൂ, എന്നാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം, റബ്ബിന് വേണ്ടി സർവം സമർപ്പിക്കുന്ന ഒരു ജീവിതം, ആ റബ്ബിനെ ഭയപ്പെടുമ്പോൾ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാതിരിക്കാൻ നമുക്കാവില്ല. ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. തന്റെ റബ്ബ് കാണുന്നുണ്ട്, തന്റെ റബ്ബ് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന റബ്ബിന്റെ സാന്നിധ്യത്തെ ഭയപ്പെട്ടുകൊണ്ട്, ആർക്കും വേണ്ടിയല്ല, ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരെയും പേടിച്ചിട്ടല്ല, എന്റെ റബ്ബിന് വേണ്ടി, എന്റെ റബ്ബ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ടെന്ന ആ കൃത്യമായ നിലക്ക് നിന്റെ റബ്ബിനെ നീ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ നീ തടയിട്ടുകൊണ്ട് ജീവിച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗമാണവന് ചെന്ന് ചേരാനുള്ള കേന്ദ്രമെന്ന് അല്ലാഹു പറയുന്നു. അതേ അവസരത്തിൽ ഫഅമ്മാമൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ. തന്നിഷ്ടത്തിനനുസരിച്ചുകൊണ്ട് വിശ്വസിക്കുന്നു, പ്രവർത്തിക്കുന്നു, തോന്നിയതെല്ലാം ചെയ്യുന്നു, ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന അഹങ്കാരത്തോടെ അതിരി കവിഞ്ഞ് ധിക്കാരിയായിക്കൊണ്ട് എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കെല്ലാം അറിയാം, ആരും എന്നെ പഠിപ്പിക്കണ്ടെന്ന ധാർഷ്ട്യത്തോടുകൂടി ഭൗതികമായ ലോകത്തിന്റെ സൗകര്യങ്ങളെ മാത്രം കണ്ണിൽ കണ്ടുകൊണ്ട് ദുനിയാവിനെ തെരഞ്ഞെടുത്തുകൊണ്ട് റബ്ബിന്റെ ദീനിന്റെ കൽപ്പനകളെ ആര് കാറ്റിൽ പറത്തി ജീവിക്കുന്നുവോ അവനാരായിരുന്നാലും ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ, ജഹീമാണവർക്ക് ചെന്നു ചേരാനുള്ള കേന്ദ്രം. ആ നിലക്ക് റബ്ബിനെ ഭയപ്പെട്ട നമുക്ക് ആ സ്വർഗത്തിലേക്ക് തിരിച്ചു ചെല്ലാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം എന്ത് ചെയ്യണം? പഠനം നന്നായി പഠിക്കുക, ആ പഠിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുക, അത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആരെപ്പറ്റിയും ദുരാരോപണം പറയാതിരിക്കുക, ഊഹിച്ചു പറയാതിരിക്കുക, പറയുന്നത് വളരെ കണിശമായി പഠിച്ചു പറയുക, എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുക, കേൾക്കാൻ തയ്യാറാവുക. ഈ വാശിയും ഈ വൈരാഗ്യങ്ങളുമൊക്കെ ഒരു ശ്വാസം മേലോട്ട് വലിച്ച് അത് താഴോട്ട് വിടാൻ സമയം കിട്ടാതെ വരുമ്പോ, അല്ലെങ്കിൽ താഴോട്ട് വിട്ടൊരു ശ്വാസം ഇനി മേലോട്ട് വലിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുമ്പോ തീർന്നുപോയി പ്രിയമുള്ളവരെ, തീർന്നുപോയി. പിന്നെ ആര് വന്നിട്ടെന്താ, ആര് കണ്ടിട്ടെന്താ? അതെ, നാം നമ്മുടെ അമലുകളുമായി പോവുകയാണ് നമ്മുടേതായ ഖബറിലേക്ക്, നമുക്ക് വിചാരണ നേരിടേണ്ടി വരുന്ന പാരത്രികമായ ലോകത്തേക്ക്. അവിടെ എനിക്ക് എന്റെ കണക്ക് പറയണം, അവിടെ എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല, അവിടെ എനിക്ക് വേണ്ടി വാക്ക് പറയാൻ അവിടെ ആരുമില്ല. അതേ അവസരത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സജ്ജനങ്ങൾ റബ്ബിന്റെ അനുമതി പ്രകാരം നമുക്ക് വേണ്ടി അവിടെ ശുപാർശ പറയും എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും സബ്ർ നമുക്ക് വേണം പ്രിയമുള്ളവരെ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരോട് പറയപ്പെടുന്നത് സലാമുൻ അലൈക്കും ബിമാ സബർതും,
നിങ്ങൾ സഹിച്ചതുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ, സ്വാഗതം. നല്ല കാര്യം ചെയ്യാൻ നമുക്ക് സഹനം വേണം. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അപാരമായ സഹനം വേണം. ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ, കാലൈപത്തുകളിൽ സഹിക്കാൻ നമുക്ക് അപാരമായ കരുത്ത് വേണം. അങ്ങനെ ഏത് ഘട്ടങ്ങളിലും, ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും, ഏത് പ്രതിസന്ധി വരുമ്പോഴും സർവലോക പരിപാലകനായ റബ്ബേ, നിനക്ക് വേണ്ടി നീയാണ് എല്ലാം എന്ന അർത്ഥത്തിൽ അവനിലേക്ക് മാത്രം തവക്കുലാക്കി ബരമേൽപ്പിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഇതൊക്കെ നമ്മുടെ മനസ്സിന് സമാധാനമേകുന്ന ദിക്റുകളാണ്. ആ ദിക്റുകളുടെ ആശയം ഗ്രഹിച്ചുകൊണ്ട് റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കാര്യങ്ങൾ കൃത്യമായി തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും ഇനിയും ആ പാതയിലേക്ക് നീ എനിക്ക് അടിയുറപ്പ് ഏറ്റവും നൽകി നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോയാൽ സഹോദരന്മാരെ, റബ്ബിന്റെ ഭാഗത്തു നിന്ന് വലിയ തൗഫീഖ് ഉണ്ടാകും. ആ ഒരു ശ്രമങ്ങളിലാണ് എല്ലാവരും ഏർപ്പെടേണ്ടത്. ആ അർത്ഥത്തിൽ എല്ലാവരും പരിശ്രമിക്കണേ എന്ന് സ്വന്തം ദേഹത്തോടും നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ പ്രയാസമുള്ളവരുണ്ട്, രോഗികളായവരുണ്ട്, ക്യാൻസർ പോലും ബാധിച്ചവരുണ്ട്, പല രൂപത്തിലുള്ള രോഗങ്ങൾ കടിമപ്പെട്ടവരുണ്ട്. അർഹമുർ-റഹീമീനായ റബ്ബിനറിയാം എല്ലാവരെയും. റബ്ബ് സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ദീനിനെ ഇസ്സത്തോടുകൂടി അറിയാനും അറിയിക്കാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും മരിക്കുന്ന നേരത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ, സമാധാനമടഞ്ഞ ആത്മാവേ എന്ന വിളിയാളം കേട്ടുകൊണ്ട്, സന്തോഷത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട്, സന്തോഷത്തിന്റെ വചനങ്ങൾ കേട്ട്, നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ ഇണകളിൽ നിന്ന് അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തെറ്റിദ്ധരിച്ചവരുടെ തെറ്റിദ്ധാരണകൾ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. അറിവില്ലാതെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവരെല്ലാം സത്യം മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരവസ്ഥ റബ്ബുൽ ആലമീൻ അവന്റെ പ്രത്യേകമായ ഫദ്ല് കൊണ്ട് സംജാതമാക്കുമാറാകട്ടെ. നമ്മുടെ ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള സമയമാക്കി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, അതുപോലെ തന്നെ സഹപ്രവർത്തകന്മാര്, പണ്ഡിതന്മാര്, നേതാക്കൾ, അല്ലാഹു എല്ലാവരെയും നല്ല നിലക്ക് അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാം ശുദ്ധ ഖുർആനിന്റെ സന്ദേശം സമൂഹങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ള, ഈ നാടിന്റെ ചുറ്റുഭാഗത്തുള്ള മുസ്ലിമീങ്ങളിലേക്ക് ഈ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുവാൻ ഇവിടെ ഒരാഴ്ചയോളം നടന്ന ഈ ഖുർആൻ എക്സിബിഷൻ, അതിനുവേണ്ടി അധ്വാനിച്ചവർ, അതിനുവേണ്ടി പണിയെടുത്തവർ, വീട് വീടാന്തരം കയറി ഈ സന്ദേശം കലർപ്പില്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ അവരവരെ കൊണ്ട് കഴിയാവുന്ന നിലയ്ക്ക് എത്തിച്ചവർ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്തവർ, വീടുകളിൽ ഇരിക്കുന്നവർ, രോഗികൾ, എല്ലാവരും അർഹമുർ-റഹീമീനായ റബ്ബ് എല്ലാവർക്കും സമ്പൂർണമായ ആശ്വാസവും പ്രതിഫലവും നൽകിക്കൊണ്ട് അവന്റെ ഉന്നതമായ സ്വർഗത്തിലേക്ക് ഇടം നൽകപ്പെടുന്ന മഹാന്മാരിൽ, മഹദികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തെയെന്നും സത്യമായി മനസ്സിലാക്കുവാനും അത് അംഗീകരിക്കുവാനും, അസത്യത്തെ അസത്യമായി ഗ്രഹിച്ച് അത് തള്ളിക്കളയാനുമുള്ള തൗഫീഖ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യവും ബറക്കത്തും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. രാജ്യത്തിന്റെ എല്ലാ ഫിത്നകളിലും, എല്ലാ തീവ്രവാദ, ഭീകരവാദ, ന്യൂനപക്ഷ, ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നെല്ലാം, അതുകൊണ്ടെല്ലാം ഉണ്ടാകുന്ന ശർറുകളിൽ നിന്ന് ഈ രാജ്യത്തെ, ലോകത്തുള്ള ജനങ്ങളെ മുഴുവൻ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.